ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണശേഖരം ആവശ്യത്തിനുണ്ടെന്നും കേന്ദ്രം. പശ്ചിമ ബംഗാളിൽ 18,680 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഇറാനിലെ ഖാർഗ് ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UAE അതീവ ജാഗ്രതയിൽ. സംസ്ഥാനത്ത് ഇനി എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ. ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും സൌജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിൽ 18,680 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പദ്ധതികൾ പശ്ചിമ ബംഗാളിനു മാത്രമല്ല കിഴക്കൻ മേഖലയ്ക്കാകെ പുത്തൻ ഉണർവ് നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ അസമിലെ സിൽച്ചറിൽ 23,550 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്രമാണ് വടക്ക് കിഴക്കൻ മേഖലയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാചകവാതക വിതരണം സംബന്ധിച്ച് രാജ്യത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിതരണ കേന്ദ്രങ്ങളിൽ ക്ഷാമമില്ലെന്നും ആവശ്യത്തിന് ഡീസലും പെട്രോളും ലഭ്യമാണെന്നും രാജ്യത്ത് മതിയായ അസംസ്കൃത എണ്ണശേഖരമുണ്ടെന്നും അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. ഇന്ധനം വഹിച്ചുള്ള ഇന്ത്യയുടെ ശിവാലിക് നന്ദാദേവി കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ തുറമുഖ മന്ത്രാലയ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹയാണ് ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്ന് കഴിഞ്ഞ മാസം 28 ശേഷം 1,72,000 ഇന്ത്യൻ പൌരന്മാരെ തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തിയതോടെ വ്യോമഗതാഗതം മെച്ചപ്പെട്ടു വരികയാണെന്ന് അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ പറഞ്ഞു. പേർഷ്യൻ ഗൾഫിലെ ഇറാന്റെ പ്രധാന അസംസ്കൃത എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ തുടർന്ന് UAE അതീവ ജാഗ്രതയിൽ. ദ്വീപിലെ നിരവധി സൈനിക നീക്കങ്ങൾ അമേരിക്കൻ സൈന്യം തകർത്തതായും എണ്ണ കയറ്റുമതി അടിസ്ഥാന സൌകര്യങ്ങളെ ബാധിച്ചിട്ടില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ എണ്ണ കയറ്റുമതിയിലും സമ്പദ്വ്യവസ്ഥയിലും നിർണായക പങ്ക് വഹിക്കുന്നതാണ് ഈ ദ്വീപ്. അതിനിടെ ഇറാൻ വിക്ഷേപിച്ച 9 ബാലിസ്റ്റിക് മിസൈലുകളും 33 ഡ്രോണുകളും പ്രതിരോധിച്ചതായി UAE അറിയിച്ചു. ലെബനന്റെ തെക്കൻ മേഖലയിൽ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേർക്കുണ്ടായ ഇസ്രായേലിന്റെ 2 ആക്രമണങ്ങളിൽ 14 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. മണിക്കൂറുകൾക്കിടയിലായിരുന്നു ആക്രമണങ്ങളെന്ന് ലെബനൻ പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള ആധുനിക സൌകര്യങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പിലാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. കാസ്പ്സ്, കാരുണ്യ ബെനവലന്റ് ഫണ്ട്, മെഡിസെപ്, മറ്റ് ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയവയിൽ ഉൾപ്പെടാത്ത മധ്യവർഗത്തിനു കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വാർ റൂം സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന്റെ സവിശേഷ സാഹചര്യം പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണത്തിൽ ആവശ്യമായ ഇളവുകൾ നൽകണമെന്ന് എണ്ണ കമ്പനികളോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. ഇക്കാര്യം അഭ്യർത്ഥിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് മന്ത്രി GR അനിൽ കത്ത് നൽകി. എറണാകുളം ജില്ലയിൽ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കകൾ പരിഹരിക്കാൻ ജില്ലാ കളക്ടർ G പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണത്തിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പാചകവാതകത്തിന്റെ കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനുമെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടിയെടുക്കുമെന്ന് മേയർ VV രാജേഷ്. ഹോസ്റ്റലുകളിലും ആശുപത്രികളിലും ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,60,59,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റിയിലെ ടൌൺ, മെഡിക്കൽ കോളേജ്, ഫറോക്ക് സബ് ഡിവിഷനുകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളിൽ സുരക്ഷാ അവബോധം സൃഷ്ടിക്കാനാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മീനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. നാളെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നട തുറന്ന ഇന്ന് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. മീനം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. തുടർന്ന് 10 നാൾ നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്രം ഉത്സവത്തിനായി ഈ മാസം 22 വൈകിട്ട് 5 നട വീണ്ടും തുറക്കും. 23 രാവിലെ 11:30 12 മധ്യയുള്ള മുഹൂർത്തത്തിൽ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റ് നടക്കും. ഏപ്രിൽ 1 രാവിലെ 9 സന്നിധാനത്ത് നിന്നും ആറാട്ട് ഘോഷയാത്ര പമ്പയിലേക്ക് പുറപ്പെടും. തുടർന്ന് ഉച്ചയ്ക്ക് പമ്പയിൽ ദേവന് ആറാട്ട് നടക്കും. തുടർന്ന് ഘോഷയാത്ര തിരിച്ച് സന്നിധാനത്തെത്തി കൊടിയിറക്കോടെ ഉത്സവത്തിന് സമാപനമാകും. അക്ഷരോന്നതി പദ്ധതിയുടെ വയനാട് ജില്ലാതല പുസ്തക വിതരണോദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. SC/ST ഉന്നതികളിലെ സാമൂഹ്യ പഠന മുറികൾ, ഹോസ്റ്റലുകൾ, വിജ്ഞാനവാടികൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പുസ്തകശാലകൾ ഒരുക്കി കുട്ടികളിൽ വായനാശീലം വളർത്തുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. സംസ്ഥാനത്ത് 83 ആശുപത്രികൾ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രികളും 5 പഞ്ചായത്തുകൾ ആന്റിബയോട്ടിക് സാക്ഷര പഞ്ചായത്തുകളുമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആന്റിബയോട്ടിക് സ്മാർട്ടാകാൻ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നത് സ്ഥാപന, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ വിലയിരുത്തിയ ശേഷമാണ് ആശുപത്രികളെ ആന്റിബയോട്ടിക് സ്മാർട്ടായി പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. മലയാളത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ അക്ഷരം മ്യൂസിയത്തിന് കഴിഞ്ഞെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് സഹകരണ വകുപ്പ് നിർമ്മിക്കുന്ന അക്ഷരം മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും SPCS അക്ഷര പുരസ്കാര സമർപ്പണവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മലയാളി താരം സഞ്ജു സാംസനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മറ്റന്നാൾ ആദരിക്കും. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരിയിൽ KCA പുതുതായി നിർമ്മിച്ച അത്യാധുനിക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് താരത്തെ ആദരിക്കുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സ്റ്റേഡിയം കായിക ലോകത്തിന് സമർപ്പിക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിൽ. ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. കൊൽക്കത്തയിലായിരുന്നു മത്സരം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ കാർണിവലിന് വർക്കലയിൽ തുടക്കമായി. വി ജോയ് MLA ഉദ്ഘാടനം ചെയ്തു. ഖേൽ രത്ന ജേതാവ് PR ശ്രീജേഷ് മുഖ്യാതിഥിയായി. 2026-27 വർഷത്തെ അഡ്വാൻസ് നികുതി ക്യാമ്പയിൻ സംബന്ധിച്ച് നികുതിദായകരുടെ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തി ആദായനികുതി വകുപ്പ്. ചില നികുതിദായകരുടെ പ്രധാനപ്പെട്ട ഇടപാടുകൾ സംബന്ധിച്ച തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ട ഇമെയിലുകൾ അവർക്ക് ലഭിച്ചതായി IT വകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് മുൻപ് ലഭിച്ച ഇമെയിൽ സന്ദേശങ്ങൾ അവഗണിക്കണമെന്നും നികുതിദായകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. അസംസ്കൃത എണ്ണ ശേഖരം ആവശ്യത്തിനുണ്ടെന്നും കേന്ദ്രം. പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഇറാനിലെ ഖാർഗ് ദ്വീപിലെ അമേരിക്കൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UAE അതീവ ജാഗ്രതയിൽ. സംസ്ഥാനത്ത് ഇനി എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ, ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും സൌജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.